അത് ഞാൻ സമ്മതിച്ചു, അവൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവന് സ്നേഹമില്ല എന്ന് പറയരുത്. അല്ല ഞാൻ പറയട്ടെ നിനക്ക് ആരാ ഫോൺ മേടിച്ചു തന്നത്? അമ്മ നിർബന്ധിച്ചു. അവൻ നീ പറഞ്ഞപ്പോ തന്നെ ഫോൺ മേടിച്ചു തന്നു, വാട്സപ്പ് എടുത്തു തന്നു, ഫേസ്ബുക്ക് എടുത്തു തന്നു. ഇതെല്ലാം ചെയ്ത അവനല്ലേ? അവനങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ ചെയ്യൂ അങ്ങനെ? അപ്പൊ പറയുമ്പോ എല്ലാം പറയണം. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണില്ല. എനിക്ക് നീയും അവനും ഒരുപോലെയാ. ഞാനിപ്പോ അവനെ വഴക്ക് പറഞ്ഞിട്ടാ വരണേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഇറങ്ങി ഓടുക ചെയ്യേണ്ടത്? അതിനെന്താ കുഴപ്പം? അവൻ നിന്റെ ഭർത്താവല്ലേ? അപ്പൊ അവന് നിന്നോടൊന്നും പറയാൻ പാടില്ലേ? അത് പറയരുത് കുഞ്ഞെ. നിന്നോട് അവൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നീ 24 മണിക്കൂറും ഫോണിൽ കുത്തിയിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ കുത്തിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ അവൻ നിന്നോട്? പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എനിക്ക് നിന്റെ ന്യായീകരണം കേൾക്കാനല്ല ഞാൻ നിന്നോട് ചോദിക്കണേ. അവൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നീ അത് അനുസരിച്ചോ? ഇല്ല. അപ്പൊ പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? എടി അവനൊരാണല്ലേ, നീ അതെന്താ മനസ്സിലാക്കാത്തേ? നിന്റെ അച്ഛനോട് പറഞ്ഞോ? നീ അച്ഛൻ നിന്നെ ഒന്നും പറയാതെ വീട്ടിൽ കയറ്റിയോ? അച്ഛനോട് പറയില്ല, കാരണം ആ മനുഷ്യൻ കൂട്ടി നിൽക്കൂല എന്നുള്ളത് നിനക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതാണോ ഏറ്റവും വലിയ കാര്യം? നിനക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്കും വേണ്ടാന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റില്ല ജമന്തി? എന്തിനാ വേണ്ടാന്ന് വെക്കണേന്നുള്ളത് മാറ്റി നിർത്ത്. അവൻ ഇഷ്ടമല്ല, നീ അത് ഉപയോഗിക്കണ്ട. അപ്പൊ തീർന്ന പ്രശ്നം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ തൊട്ടടുത്ത് കിടപ്പില്ലേ? നിനക്ക് ചേച്ചിയെടുത്ത് വരാറുന്നില്ലേ? നീ എന്തുകൊണ്ട് ചെയ്തില്ല? എന്നിട്ട് ഉടനെ വാരി കെട്ടി അങ്ങോട്ട് അവൾ വീട്ടിലോട്ട് പോയേക്കണു. ഇത്ര നാൾ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണോ നിന്നോട് പെരുമാറിയേക്കണേ? മോളെ, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ചേച്ചിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഞാനൊരു വാശിക്ക് എന്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ നടക്കാനാണെങ്കിലോ കുടുംബം എന്താവും? ആയിക്കോട്ടെ, സമ്മതിച്ചു, അവന്റെ തെറ്റാണ്, എല്ലാം അവന്റെ തെറ്റാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്തോ, അവൻ വന്ന് വിളിക്കും, ഒന്നും മിണ്ടണ്ട, ഇങ്ങോട്ട് പോന്നോളണം. ഇല്ല, വഴക്കൊന്നും പറയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മര്യാദക്ക് ഇങ്ങ് പോന്നോണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും. ശരി, ചേച്ചി നിന്നെ വിളിക്കാം എന്നാ കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. കുടുംബ കോടതിയിലെ വക്കീല പിരിഞ്ഞിരിക്കണ രണ്ടുപേരും ഒരുമിപ്പിക്കാൻ. അതെ, അപ്പുറത്തുള്ളത് എന്റെ ആങ്ങളെയാണ്. നിനക്ക് മാത്രമല്ല ആങ്ങള, അവൻ എന്റെ അളിയനാ. അതിന് അല്ല, നീ എന്തോ കുറെ കുറ്റപ്പെടുത്തി. അവൻ തന്നെയാണ് എല്ലാ തെറ്റുകാരനെന്ന്. പെണ്ണുങ്ങൾ മര്യാദക്കൊക്കെ പെണ്ണുങ്ങൾ ജീവിക്കാൻ പഠിക്കണം. അവിടെ തോന്നിയ ദിവസം കാണിച്ച് ഇറങ്ങി പോയിട്ട് നിങ്ങൾ കണ്ടോ? പിന്നെ അല്ലാണ്ട് അവൻ പറയൂടി, ഫോണിൽ കണ്ട ആണുങ്ങൾക്ക് മെസ്സേജ് അയക്കും, വിളിക്കലും സംസാരിക്കലും. എന്ത്? അപ്പൊ അവരങ്ങനെ രണ്ട് വഴിക്ക് ആയിക്കോട്ടെ എന്നോ? എടി, ഇങ്ങനെ ജീവിക്കണത് രണ്ടായിട്ട് ജീവിക്കണത് നല്ലത്. ലോകത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. വീട്ടിൽ വഴക്കുണ്ടാവണതും ഭാര്യ വഴക്കിട്ട് ഇറങ്ങി പോണതും. പക്ഷെ ഹവീൽദാരുടെ കുടുംബത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കൂലേ? ഹവീൽദാരുടെ കുടുംബത്തിൽ അങ്ങനെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ മാത്രം കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ആണുങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു മെസ്സേജ് അയച്ചാൽ നീ എന്ത് ചെയ്യോടി? വീട്ടിൽ പുറത്താക്കൂലേ? കയറാൻ സമ്മതിക്കൂ നീ എന്നെ? അതിനിപ്പോ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവളെ പിടിച്ച് അടി കൊടുത്ത് അവന് വേറെ കല്യാണം കഴിപ്പിക്കണം. അതേനാണ് എന്റെ അഭിപ്രായം. മോനുണ്ടോ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിപ്പിക്കണം? അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. അവൻ അത്രയും സ്വസ്ഥത കുറച്ച് മതി. ഒരു കാര്യം ഞാൻ പറയാം, അപ്പുറത്തുള്ളത് എന്റെ ആങ്ങള, എന്റെ അമ്മ, എന്റെ കൂടപ്പിറപ്പ്. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ കൂടുതൽ അഭിപ്രായം പറയണ്ട. നിങ്ങൾ അങ്ങ് പാലായാലും നിങ്ങൾക്ക് രണ്ടെണ്ണം ഇല്ലേ? അവരുടെ കാര്യം നോക്കിയാൽ മതി. നീ പാലായാലും കയറി പിടിക്കണ്ട കേട്ടോ. ഞാൻ നിന്റെ ആരടി? നിങ്ങൾ എന്റെ ആരുമല്ല. ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഈ വർത്താനം പറയപ്പോ. ഞാൻ നിനക്ക് ആരുമില്ലെങ്കിലും നീ എനിക്ക് എന്റെ ഭാര്യയാണ്. എനിക്കായിട്ടാണെങ്കിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. നിന്റെ കൈയും കാലും അടിച്ചൊടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നേനെ. അതെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവാ. അവൾ അവിടുന്ന് ഈ വീട്ടിലെത്തണത് വരെ കാമാന്നൊരക്ഷരം മിണ്ടിയ കൊന്നു കളഞ്ഞ. ഞാൻ നിന്നോട് അവളോട് ഒന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്റെ ആളിയെ ഉപദേശിക്കാണ്ട് അത് ഞാൻ ചെയ്യും. ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എനിക്കും അറിയാടി. അവൾക്ക് അവളുടെ നാത്തും വലുതാണ്, എനിക്ക് എന്റെ ആളിയും വലുത് തന്നെയാണ്. ഞാൻ വിളിച്ചു. ആവോ ഇവിടെ കിടന്ന് കുറെ പെയ്ത് വർക്കുണ്ട്. ആരറിയണം? ബെസ്റ്റ് കക്ഷിയാണ് വിളിച്ചേക്കണത്. പെണ്ണും പിടക്കൊഴിയില്ലാത്ത അയാൾ ഈ കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാനാന്ന് എന്റെ കർത്താവേ. കനക, ആരെ തോൽപ്പിക്കാനെന്നുണ്ട് ഈ വാശി? ഈ കുടുംബത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ വയസ്സുകാലത്ത് മകനൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് അത് അമ്പലത്തിലൊക്കെ വഴിപാട് നടത്താം.
ചുറ്റമ്പലത്തിലേ എണ്ണ ഒഴിച്ചോണ്ടിരിക്കുക വിളക്കിനെ. അതെങ്ങനാ? രണ്ടും രണ്ട് കോണിൽ നിൽക്കുകയല്ലേ? കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പൂജയുടെ കാശൂടെ വേസ്റ്റാ. അമ്മാവത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? കാര്യങ്ങൾ അറിയാതെ സംസാരിക്കല്ലേ, അതാ ഞാൻ പറയണത്. ഈ ആണുങ്ങളെ മുഴുവനെ ഈ ഫോണിൽ വിളിച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താണ് വിളിക്കുന്നത്? ഇതൊരു തരം അസുഖാണ്. അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളതാണ് എന്റെ കുഴപ്പം. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ വീട്ടിനകത്ത് ഇതൊന്നും അറിയാത്ത പോലെ ഞാനൊരു പൊട്ടനായിട്ട് കഴിയണമെന്ന്, അങ്ങനെയുള്ളൊരു ഭർത്താവായിട്ട് എനിക്ക് ഇതിന്റെ ഉള്ളിൽ തുടരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിന്റെ നാക്ക് മുഴുത്തവും ഇമാതിരി വൃത്തിയോട് പറഞ്ഞിട്ട് സംഭവിക്കില്ല. ആളെയും പറഞ്ഞ 100% ശരിയാ. എടാ ഇവളുടെ കയ്യിൽ ഈ ഫോൺ എങ്ങനെ വന്നാ? നീ മേടിച്ചു കൊടുത്തല്ലേ? അല്ല, അവള് തന്നെ കടയിൽ പോയി മേടിച്ചു. അമ്മാവാ ഇത് വേണ്ടാന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്, കേക്കണ്ടേ? അപ്പൊ അമ്മയ്ക്കും താല്പര്യം ഇവൾക്കും താല്പര്യം, എന്നാ പിന്നെ എന്തെങ്കിലും പണ്ടാരായിക്കോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. ഇല്ലെങ്കിൽ പിന്നെ അതിന് വേറെ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ വഴക്കുണ്ടാവും. അതാണ് കുഴപ്പം. പെണ്ണുങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട അപ്പം അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും. എടാ സാഹചര്യം ഒരു മനുഷ്യനെ വഴിതെറ്റിക്കണത്. അതിന് ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പൊ തങ്കം എന്റെ അടുത്ത് പറയണം 5 കിലോ അരി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ 2 കിലോയെ മേടിച്ചു കൊടുക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ ആണുങ്ങൾ. അമ്മാവാ ഇത് വേറെ ഒന്നും അല്ല ഇവന്റെ പ്രശ്നം. ഈ ഫോൺ ചെയ്തൊന്നും അല്ല, ഇവന്റെ തലയ്ക്കകത്ത അസുഖ. എനിക്കെന്താ അസുഖം? സംശയരോഗം. ഈ വല്ല ആശുപത്രിയിലും പോ. അപ്പൊ ഈ കാണിക്കണ തോന്നിയാസത്തിന് എടാ 24 മണിക്കൂർ നിന്റെ കൂടെ കഴിയണ പെണ്ണല്ലേ അവളെ? നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല? എനിക്കറിയാലോ അവളത് ചെയ്യൂലെന്ന്. അവൾ ഓരോ കോപ്രായത്തരങ്ങൾ കാണിക്കുമ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്റെ ബാക്കിട്ട് കയറാൻ വരരുത്. തെറ്റ് ചെയ്താലേ കറക്റ്റ് ചെയ്യേണ്ടത്. അവൾ അങ്ങനെ ചെയ്യൂല. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ആണുങ്ങൾ പാവപ്പെട്ടവർ ഇതൊക്കെ അങ്ങ് അനുഭവിച്ചോണം. അതെ, ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിനക്ക് അങ്ങനെ അനുഭവം വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. കനക പ്രായത്തിന്റെ തളപ്പിൽ നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്യല്ലേ? പ്രായമായവരോട് ചോദിക്കേ, കുടുംബമായിട്ട് കഴിയണവരോട് ചോദിക്കേ. അതിന് അമ്മാവ് എങ്ങനെ അറിയാം? അമ്മാവന് പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ചേച്ചി അമ്പലത്തിൽ പോയിരിക്കണത്. അവളിത് എങ്ങനെ അറിഞ്ഞാണ്ടല്ല നെഞ്ചു പൊട്ടി മരിക്കും. ഇവൻ ഇത് നശിപ്പിച്ച് കുടുംബവും കലക്കി അവന്റെ തോന്നിയാസത്തിന് നടന്ന് എല്ലാം കഴിയുമ്പോ നീ പശ്ചാത്തപിക്കും. നീ എന്നോട് വെറുതെ കലയിക്കാൻ വരില്ല എന്റെ തങ്കം. അയ്യോ, ഇത് എന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഉണ്ടല്ലോ, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, എന്നിട്ട് നടന്ന കാലുമടക്കി പുല്ലിന് ഒറ്റ അടി. ഒരു കാര്യം ഞാൻ പറയാം, നാളെ അമ്പലത്തിൽ പൂജ കഴിഞ്ഞ് ചേച്ചി ഇവിടെ എത്തുമ്പോ ഇവിടെ ജമന്തി ഉണ്ടായിരിക്കണം. നടക്കില്ല മാവാ, നടക്കില്ല. വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട. ഞാൻ പോയിട്ട് വിളിക്കില്ലാന്ന്. വേണ്ട, അളിയെ വിളിക്കേണ്ട ആവശ്യമില്ല. അളിയന്റെ കൂടെ ഞാൻ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ വെറുതെ ഉള്ള തെറ്റിദ്ധാരണയാണ്. നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. അമ്മാവ കണ്ട എന്നേക്കാ കൂടുതൽ കേട്ട നിങ്ങൾക്കാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ആണോ? എടാ കണ്ടത് മുഴുവൻ ശരിയാവണമെന്നുണ്ടോ? അമ്മാവ അവൻ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം അല്ലേ? നീ ഞാൻ പറയണ ഒന്ന് കേക്ക്. കാല് പിടിക്കാൻ നിന്റെ പോയി വിളിച്ചിട്ട് അവളെ. ഞാൻ പോയി വിളിക്കില്ല. അവൾക്ക് വേണമെങ്കിൽ അവള് വന്നോട്ടെ. ഈ വാശി പാടില്ല. അവളുടെ ഇഷ്ടത്തിനാണ് ഇറങ്ങിപ്പോയെങ്കിൽ ഞാൻ പറയും അവള് വേണമെങ്കിൽ വന്നാൽ മതി. ആരോട് അന്വേഷിക്കാണ്ട് എടുത്തു ചാടിയിട്ട് അവളെ കൊണ്ടാക്കിയെങ്കിൽ നീ അവളെ ഇവിടെ കൊണ്ടുവരണം. എന്റെ അമ്മാവ ഈ കുടുംബത്തിനോട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് വരണം. അതാണ് ന്യായം. നീ എന്താ നീ ഉദ്ദേശിക്കണേ? അല്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറയാം. നേരം വെളിച്ചാകുമ്പോ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് അവളെ കൊണ്ടുവരണം. ഇത് അമ്മാവന്റെ ആജ്ഞയാണ്. അമ്മാവന്റെ ആജ്ഞയൊക്കെ അമ്മാവന്റെ കൊട്ടാരത്തിൽ മതി. അളിയെ ഇതൊന്നും മൈൻഡ് ചെയ്യണം. തങ്കം, നീ നാളെ കനകന്റെ കൂടെ പോണം. നേരം വെളിച്ചാകുമ്പോ ജമന്തി ഇവിടെ ഉണ്ടാവണം. കേട്ടോ പറഞ്ഞത് വല്ലതും? തുടക്കത്തോട്ട് കേറിയോ നിന്റെ? അവള് ഇങ്ങോട്ട് വരുത്തറേ, പഴയ കാലല്ലേ. അതെന്താ അവള് വരാതെ? അവള് വരണല്ലോ. എന്താ അവൾക്കും വാശി ഉണ്ടാവില്ലേ? പെണ്ണുങ്ങൾക്ക് എന്താ വാശി പാടില്ലേ? എടുത്തു ചാടിയിട്ടാണ് കൊണ്ടാക്കുക. ആണുങ്ങൾക്ക് വാശിയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ പോത്തുപോലെ കിടന്ന് പണി എടുത്താൽ മതിയല്ലോ. അവളൊന്നും വരില്ല. അവളൊക്കെ നല്ല തറവാട്ട് പറന്ന് പെണ്ണ. ഇവരെ വാശി ഉണ്ടെങ്കിൽ അവൾക്കും വാശി ഉണ്ടാവും. അന്ന് ഞാൻ അളിയൻ കല്യാണം കഴിക്കാൻ നേരത്ത് പറഞ്ഞാണ് നമ്മളെക്കാളും പഠിപ്പ് കൂടിയ പെണ്ണിനെ കെട്ടരുത്, അത് എപ്പോഴായാലും ദോഷമാണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. അവിടെ ചേച്ചിനെ അന്വേഷിക്കണ്ടാവും. നാളെ ഞാൻ ചേച്ചിയായിട്ട് ഇവിടെ വരുമ്പോ ജമന്തി ഇവിടെ ഉണ്ടാവണം. തങ്കം കനകനെയും കൂട്ടി പോയിട്ട് ജമന്തിയെ കൊണ്ടുവരിക. തോന്നിയാസം കളിക്കാം. തങ്കം ചിലപ്പോഴേ പോവും. ഒരു അഴകേശൻ രാജാവ് വന്നിങ്ങനെ ആജ്ഞാപിക്കാൻ. നീ ഒന്ന് എഴുന്നേറ്റ് പോകും, ഒരു സമാധാനം തരൂ. എന്റെ കർത്താവേ, ഞാൻ നിനക്കൊരു സഹായം ചെയ്യാന്ന് വെച്ചതാ. വേണ്ടെങ്കിൽ വേണ്ട. എന്റെ പൊന്നോ, ഇങ്ങനെയുണ്ട് ആളുകൾ. ഞാൻ പറയണൊന്ന് കേക്ക് മോനെ. നമുക്ക് നാളെ പോയിട്ട് അവളെ വിളിച്ചിട്ട് വരാം. നീ സന്തോഷമായിട്ടിരുന്നാലല്ലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ വരാം. എപ്പോ പോണം? രാവിലെ എപ്പോഴാച്ചാ പോവാ? നിങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പോവാന്ന്